ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് വീണ്ടും ക്ലാസ് ചെയ്യുന്നത്. അപ്പം മനഃപൂർവ്വം ക്ലാസ് ബ്രേക്ക് ആക്കുന്നതല്ല, എനിക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അല്ല, അസുഖമൊന്നും ആയതുകൊണ്ടല്ല നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്. കുറച്ച് വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ഇനിയും ചിലപ്പോഴൊക്കെ ഇതുപോലുള്ള കുറെ കാര്യങ്ങളും ഇതിന്റെ കൂടെ നമ്മൾ കുറെ എക്സ്ട്രാ വർക്കുകളും ചെയ്യുന്നുണ്ട്. അപ്പം ചിലപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ചിലപ്പം ഇതുപോലെ ഒരു ലോങ് അവധിയൊന്നും ഉണ്ടാകത്തില്ല. ഒരു ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ ചിലപ്പോൾ ക്ലാസ് ഇരിക്കേണ്ടി വരും. അത് ഇപ്പം എനിക്കൊരു റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഇത് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം വേറെ 2-3 പേര് ചേർന്നാണെങ്കിൽ ഒരാളില്ലാത്ത ദിവസം അടുത്ത ആൾ എടുക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ എഡിറ്റോറിയലാണ്. വാർ ആൻഡ് പീസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച യുക്രൈനിലേക്ക് നരേന്ദ്രമോദി വിസിറ്റ് നടത്തിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, റഷ്യയിലേക്ക് പോയി വന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ അത് യുക്രൈനിലേക്ക് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ദർ ഷുഡ് ബി സംതിങ് ദാറ്റ് ഇന്ത്യ വിൽ ബി ട്രൈങ് ടു make a peace effort between these two warring countries, Russia and Ukraine. That may be a possibility എന്നാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഒരു പത്രത്തിൽ അങ്ങനെ വന്നത് അല്ലെങ്കിൽ ഗൂഗിൾ ന്യൂസ് പോലുള്ള സംഭവങ്ങളിലൊന്നും ഞാൻ അങ്ങനെ ഒരു ലിങ്കേ കണ്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു തിങ്കിങ് പറഞ്ഞാണ്, ഈ 2 രാജ്യങ്ങളിൽ അദ്ദേഹം 1 മന്തിന്റെ ഇടവേളയിൽ പോകുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയൽ വായിക്കുമ്പോൾ, അതുപോലെ ഇന്നലെ എക്കണോമിക് ടൈംസിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, അത് ഞാൻ വായിച്ചിരുന്നു. ഇതിലെല്ലാം എനിക്ക് മനസ്സിലായ കാര്യം, ഇന്ത്യ ഗ്രാജുവലി, നമ്മൾ വേൾഡിനോട് അങ്ങനെ അനൗൺസ് ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ ഗ്രാജുവലി ഇന്ത്യ ഈസ് മേക്കിംഗ് സം പീസ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ബിറ്റ്വീൻ റഷ്യ ആൻഡ് യുക്രൈൻ എന്നുള്ളൊരു പിക്ചറാണ് നമുക്ക് കിട്ടുന്നത്. ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയൽ അതിനെക്കുറിച്ചാണ്. കാരണം മോദി യുക്രൈനിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ തന്നെ ജോയ് ബൈഡൻ മോദിയെ വിളിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസം മുമ്പ് ജോയ് ബൈഡൻ, അമേരിക്കയുടെ പ്രസിഡന്റ്, മോദിയെ വിളിക്കുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ മിനിഞ്ഞാന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും മോഡിയെ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യ ഇതുവരെയ്ക്കും അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവം. കാര്യം വേൾഡിൽ കഴിഞ്ഞ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ ശേഷം 75 ഇയേഴ്സ് കൂടുതലായെങ്കിലും ഒരിക്കൽ പോലും നമ്മൾ അങ്ങനെ ഒരു പീസ് ബ്രോക്കർ ആയിട്ടൊന്നും ഒരു രാജ്യത്തിന് നമ്മളങ്ങനെ ആരും പീസ് ബ്രേക്ക് ചെയ്യാൻ പോകില്ലായിരുന്നു. നമ്മൾ പീസ് ബ്രേക്കറും ആയിട്ടില്ല, അങ്ങനെ പീസ് ബ്രോക്കറും വലുതായിട്ടായിട്ടില്ല. നമ്മൾ UN സമാധാന സേനയൊക്കെ, UN-ന്റെ മിഷൻ ഉണ്ടല്ലോ പല രാജ്യങ്ങളിലും, ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ UN-ന്റെ പീസ് കീപ്പിംഗ് മിഷൻസ് പോകുമ്പോൾ അതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പട്ടാളമാണ്. എന്നുള്ളതിനപ്പുറം നമ്മൾ അങ്ങനെ ഒരു 2 രാജ്യങ്ങളുടെ ഇടയിൽ പീസ് ബ്രോക്കർ ആയിട്ടൊന്നും പോയിട്ടില്ല. അപ്പം അങ്ങനെ വലുതായിട്ട് പോയിട്ടില്ല. റയർ ആയിട്ടുള്ള ഇൻസ്റ്റൻസസ് ഉണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ പീരീഡിലൊക്കെ അത് ഇതിൻ്റെ അകത്തൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇനിയിപ്പോ മോദി വീണ്ടും റഷ്യയിലേക്ക് പോവുകയാണ്. ബ്രിക്സ് സമ്മിറ്റ് ഉണ്ട് റഷ്യയിൽ വെച്ച്. ബ്രിക്സ് സമ്മിറ്റ് ഒക്ടോബറിലാണ്, അതായത് കമ്മിങ് മന്ത് സെപ്റ്റംബർ ആണ്. അത് കഴിഞ്ഞുള്ള മാസമാണല്ലോ ഒക്ടോബറിൽ ബ്രിക്സ് സമ്മിറ്റ് ഉണ്ട്. ബ്രിക്സ് അറിയാലോ, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഈ ബ്രിക്സിന്റെ സമ്മിറ്റ് റഷ്യയിൽ വെച്ചാണ് ഇപ്രാവശ്യം നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് മന്തിൽ സെപ്റ്റംബർ 22 മോദി വീണ്ടും US പോകുന്നുണ്ട്. അവിടെ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ജനറൽ അസംബ്ലി മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാൻ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ മോദി സെലൻസ്കി, യുക്രൈന്റെ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയും അമേരിക്കയുടെ പ്രസിഡന്റ് ജോയ് ബൈഡനെ അവിടെ വെച്ച് കാണും. എവിടെ വെച്ച്? നെക്സ്റ്റ് മന്ത് സെപ്റ്റംബറിൽ UN ജനറൽ അസംബ്ലി പങ്കെടുക്കാൻ വേണ്ടി അമേരിക്കയിൽ പോകുമ്പോൾ, ന്യൂയോർക്കിൽ പോകുമ്പോൾ, അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത മാസം റഷ്യയിൽ പോയി പുടിനെ കാണുകയാണ്. അപ്പൊ ഇതൊക്കെ വീണ്ടും ഈ പീസ് എഫേർട്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും. ഇതെല്ലാം ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യ ഈ 2022 റഷ്യയുടെ ഇൻവേഷൻ ടു യുക്രൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം എടുത്ത നിലപാട് ഒരിക്കലും യുക്രൈനെ തൊട്ട് ആശാവഹമായിട്ടുള്ള നിലപാടല്ലായിരുന്നു. ഇന്ത്യ എപ്പോഴും പറഞ്ഞ് ഞങ്ങൾ സമാധാനത്തിന്റെ സൈഡിലാണെന്നൊക്കെ പറയുന്നെങ്കിലും ജയശങ്കർ, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, ഓപ്പൺ ആയിട്ട് പറഞ്ഞിരുന്നു ഇതിൽ ഇന്ത്യക്ക് വലിയ കാര്യമില്ല, യൂറോപ്പിന്റെ വാറാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിലൊന്നും വാങ്ങരുത്, അവരുമായിട്ടുള്ള ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പിന്നീട് കൊടുക്കൽ വാങ്ങലുകളും സ്റ്റോപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഇന്ത്യ അതിനെ ഓപ്പൺലി ക്വസ്റ്റ്യൻ ചെയ്യുകയും ഇന്ത്യ അതിനെ ഒരു രീതിയിൽ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഓയിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും റഷ്യയുടെ എന്നാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യ ഇമ്പാർഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് എടുക്കാൻ ശ്രമിക്കുന്നതെന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ ശ്രമിക്കുമ്പോഴും എപ്പോഴും ഇന്ത്യ പാർഷ്യൽ ടുവേർഡ്സ് റഷ്യ ആണെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ ആക്ഷൻസ് ഒക്കെ. UN-ലെ റഷ്യക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് റെസൊല്യൂഷൻസ് ഈ വാറിന്റെ പേരിൽ പാസ്സാക്കുമ്പോൾ എപ്പോഴും ഇന്ത്യ അതിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് ഇന്ത്യ റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ പാർഷ്യൽ ടു റഷ്യ ആണെന്നാണ് പലപ്പോഴും ആ ഫീലിംഗ് ഉണ്ടാവുന്നത്. അപ്പം അത് മാത്രമല്ല, ഇപ്പം സ്വിറ്റ്സർലൻഡിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അപ്പൊ അതൊക്കെ നമ്മളെ ക്ലാസ്സിൽ പലതവണ ഡിസ്കസ് ചെയ്താണ്. സ്വിറ്റ്സർലൻഡിൽ വെച്ചൊരു പീസ് മീറ്റിംഗ് നടന്നു. അന്ന് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ലെവലുള്ള ആൾക്കാർ ആരെയും വിടാതെ ബ്യൂറോക്രാറ്റിക് ലെവലിലുള്ള ഒരു റെപ്രസെന്റേഷൻ മാത്രമേ ഇന്ത്യക്കുള്ളായിരുന്നു. ആ പീസ് ഇനിഷ്യേറ്റീവിന്റെ എൻഡിലുണ്ടായിരുന്ന ജോയിന്റ് സ്റ്റേറ്റ്മെന്റിനൊന്നും ഇന്ത്യ സൈൻ ചെയ്തില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പം ഈ വാറിൽ ഇതുവരെയ്ക്ക് ഇന്ത്യ ഇഫക്റ്റീവായിട്ട് ഒരു
ഒരു മിഡിൽ പാത്ത് എടുത്തിട്ടില്ല, റഷ്യക്ക് അനുകൂലമായിട്ടുള്ള പാത്താണ് എടുത്തത് എന്ന് പറയേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം, ഇന്ത്യ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇതിന്റെ ഇടയിലൊരു പീസ് മേക്കർ ആവാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് രാജ്യങ്ങളും റഷ്യയും യുക്രൈനും ഈ യുദ്ധത്തിൽ ഇതുവരേക്കും പിന്നോക്കം പോകാൻ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. മോദി റഷ്യ വിസിറ്റ് ചെയ്ത് റഷ്യൻ പ്രസിഡന്റിനെ കെട്ടിപ്പിടിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പട്ടാളം യുക്രൈനിലെ ഒരു ചിൽഡ്രൻ ഹോസ്പിറ്റലിൽ അറ്റാക്ക് ചെയ്ത് എത്രയെങ്കിലും കുട്ടികളെ കൊന്നത്. അതേ സമയത്ത് ഇപ്പം മോദി യുക്രൈനിൽ പോയപ്പോൾ യുക്രൈൻ പട്ടാളം ആദ്യമായിട്ട് റഷ്യയുടെ കുർസ്ക് മേഖലയിൽ വലിയ അഡ്വാൻസ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും റഷ്യൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യണം. അതായത് രണ്ട് രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ ഇതുവരേക്കും പിന്നോക്കം പോകാൻ തയ്യാറാകാതെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ ഒരു പൊസിഷനിലാണ് ഈ രാജ്യങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പീസ് എഫേർട്ട് ഉണ്ടായാൽ നല്ലത് തന്നെ. ഈ രണ്ട് പേരും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ആകെപ്പാട് അത്യാവശ്യം ചെറിയ ചെറിയ സക്സസ് ഈ പീസ് റിലേറ്റഡ് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം, ദ ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന സംഭവമാണ്. ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ യുക്രൈന് ഒരുപാട് ഗ്രെയിൻസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. മെയ്സ്, വീറ്റ് ഇതൊക്കെ ഉൽപ്പാദിപ്പിച്ച് യൂറോപ്പിന് ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്ന രാജ്യം യുക്രൈനാണ്. അപ്പൊ യുക്രൈന്റെ തുറമുഖങ്ങളെയൊക്കെ പോർട്ടുകളെയൊക്കെ റഷ്യ അറ്റാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഈ വാറിന്റെ ബിഗിനിങ്ങിൽ. അപ്പം ഈ പറഞ്ഞ ഗ്രെയിൻ എന്ന് പറയുന്ന സംഗതി യുക്രൈന് മറ്റു രാജ്യങ്ങളിലേക്ക് പോർട്ട് വഴി മൂവ് ചെയ്യാൻ പറ്റാതായി. അപ്പോ ഒരു സെക്കൻഡ്, പോർട്ട് വഴി മൂവ് ചെയ്യാൻ പറ്റാതായി. അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റാതായപ്പോഴത്തേക്ക് അങ്ങനെ റഷ്യയുമായിട്ട് ഈ ഗ്രെയിൻ മറ്റു രാജ്യങ്ങളെയും ഇവരെ ഡിപ്പെൻഡ് ചെയ്താൽ ജീവിക്കുന്നത്. അപ്പം മറ്റു രാജ്യങ്ങളിലെ ഇൻഫ്ലേഷൻ ഉണ്ടാവാൻ കാരണമാകത്തില്ല. ഇങ്ങനെ ഗ്രെയിൻ മൂവ് ചെയ്യാൻ പറ്റാതെയൊക്കെ യുക്രൈൻ മാത്രമുള്ള പ്രോബ്ലം ഉണ്ടാകുന്ന യൂറോപ്പിലെ പല രാജ്യങ്ങൾക്ക് ഈജിപ്തിനൊക്കെ ഗ്രെയിൻ സപ്ലൈ ചെയ്യുന്നവരായിരുന്നു, യുക്രൈൻ ആയിരുന്നു. അങ്ങനെ ഈ ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനിഷ്യേറ്റീവ് വഴി ഈ പറഞ്ഞ പോർട്ടുകളെ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഉടമ്പടി ഉണ്ടാക്കി. അത് ഈ യുദ്ധത്തിനിടയിൽ ഉണ്ടായ ഒരു നല്ല കാര്യമായിരുന്നു. പിന്നെ ഈ സപ്പോറിഷിയ എന്ന് പറഞ്ഞൊരു പവർ പ്ലാന്റ് ഉണ്ട് യുക്രൈനിൽ. അത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. അതിനെ റഷ്യ അറ്റാക്ക് ചെയ്യുന്നൊരു പേടി വന്നായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ IAEA എന്താണ്, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇതാണല്ലോ UN-ന്റെ ന്യൂക്ലിയർ വാച്ച് ഡോഗ് എന്ന് പറഞ്ഞത്. യുണൈറ്റഡ് നേഷൻസിന്റെ ന്യൂക്ലിയർ വാച്ച് ഡോഗ് എന്ന് പറഞ്ഞാൽ IAEA ആണ്. IAEA-യുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വിയന്ന ആണ്. ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്ന ആണ് IAEA-യുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഈ IAEA ഈ പറഞ്ഞ സപ്പോറിഷ്യ എന്ന് പറഞ്ഞ പവർ പ്ലാന്റ് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി റഷ്യയുമായിട്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി. ഇപ്പൊ റഷ്യയുടെയും യുക്രൈന്റെയും പൊളിറ്റിക്കൽ വാർ പ്രിസണേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അഗ്രിമെന്റ് ഉണ്ടാക്കി. ഇതൊക്കെ ചെറിയ ചെറിയ എഗ്രിമെന്റ്സ് ആണ് യുദ്ധത്തിന്റെ ഇടയിലും നടന്നു പോയത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് ഇന്ത്യ ഈ പറഞ്ഞ സമാധാന ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യക്ക് വേണമെങ്കിൽ മോഡലാക്കാവുന്ന ഒരു കാര്യം 1950 പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ചെയ്തൊരു കാര്യം. അത് മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് എന്തെങ്കിലും ഒരു പീസ് ഇനിഷ്യേറ്റീവ് കൊണ്ടുവരാൻ. അന്ന് സോവിയറ്റ് യൂണിയൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ സോവിയറ്റ് യൂണിയൻ ലീഡറായിരുന്ന നികിത ക്രൂഷ്ചേവ് ഈ ഓസ്ട്രിയ ഈ സെക്കൻഡ് വേൾഡ് വാറിനൊക്കെ ശേഷം ഓസ്ട്രിയയിൽ നിന്ന് ഈ സോവിയറ്റ് യൂണിയന്റെ പട്ടാളത്തിന് പിൻവലിക്കാൻ ഓസ്ട്രിയയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ ജവഹർലാൽ നെഹ്റു സഹായിച്ചായിരുന്നു. ഓസ്ട്രിയയുടെയും ഈ സോവിയറ്റ് യൂണിയന്റെ ഇടയിൽ ഒരു പീസ് എഗ്രിമെന്റ് ഉണ്ടാക്കാൻ. അതിന് എന്താണ് ചെയ്യേണ്ടിയിരുന്നത് വെച്ചാൽ, ഓസ്ട്രിയ ഒരു കാര്യം സോവിയറ്റ് യൂണിയന് പ്രോമിസ് കൊടുക്കണമായിരുന്നു. അതായത് ഓസ്ട്രിയ എപ്പോഴും ന്യൂട്രൽ കൺട്രി ആയിരിക്കും. അവരിപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഒരു ന്യൂട്രൽ കൺട്രിയാണ്. അതായത് ഓസ്ട്രിയ ഈ നാറ്റോയിലോ അങ്ങനെയുള്ള സഖ്യങ്ങളിലൊന്നും ജോയിൻ ചെയ്തില്ല, ഒരു ന്യൂട്രൽ കൺട്രി ആയിട്ട് തുടരണം എന്നുള്ളതായിരുന്നു കണ്ടീഷൻ. അതുപോലെ അതിനെ മോഡൽ ചെയ്ത് അന്ന് നെഹ്റു എങ്ങനെയാണോ അത് ഇൻവോൾവ് ചെയ്തതെന്ന് മനസ്സിലാക്കി, അതുപോലെ നമുക്ക് നമ്മളുടെ ഇപ്പോഴത്തെ ഗവൺമെന്റിന് ഈ റഷ്യ യുക്രൈൻ വാറിന്റെ ഇടയിൽ ഒരു സമാധാനം ഉണ്ടാക്കി ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളിലെ ലീഡേഴ്സ് ഭയങ്കര സ്ട്രോങ് പൊസിഷൻസിൽ എന്ന് പറഞ്ഞ ഒരു ഹാർഡ് ആയിട്ടുള്ള പൊസിഷൻസ് എടുത്തേക്കുന്നത്. ഒന്ന് പുടിൻ പറഞ്ഞേക്കുന്നത് ഒരുപാട് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഓഫ് യുക്രൈൻ റഷ്യ ഇപ്പോൾ ഓൾറെഡി പിടിച്ചെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 1,00,000 സ്ക്വയർ കിലോമീറ്റർ, 1,00,000 സ്ക്വയർ കിലോമീറ്റർ. അത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്ന് യുക്രൈൻ പട്ടാളമൊക്കെ പിന്മാറണം, പൂർണ്ണമായിട്ട് അത് റഷ്യയുടെ പ്രദേശമാവുന്നുള്ളതാണ് പുടിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് യുക്രൈൻ്റെ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതേസമയത്ത് യുക്രൈൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കംപ്ലീറ്റ് ഫോഴ്സസും യുക്രൈൻ്റെ പ്രദേശങ്ങളിൽ നിന്ന് റഷ്യൻ ഫോഴ്സസ് പിന്മാറണമെന്നാണ്. അപ്പം അങ്ങനെ അത് മാത്രമല്ല, റഷ്യയുടെ വേറൊരു കണ്ടീഷൻ, യുക്രൈൻ ഒരു കാലത്തും നാറ്റോയിൽ ജോയിൻ ചെയ്യാൻ പാടില്ല. നാറ്റോയിൽ ജോയിൻ ചെയ്തിരിക്കാനാണ് അവർ ഈ അറ്റാക്ക് നടത്തിയത്. അപ്പം നാറ്റോയിൽ ജോയിൻ ചെയ്യില്ല എന്നുള്ളൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാലേ ഈ യുദ്ധം അവസാനിക്കുള്ളൂ. അപ്പം ഇത്
ആണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പൊസിഷന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇവരെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. പക്ഷേ ഇന്ത്യ is the most suitable country to make this peace initiative because our country is acceptable to both of them, both Ukraine and Russia. അതാണ് ഇന്ത്യക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ട് രാജ്യങ്ങൾക്ക് ഇന്ത്യ അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ എഡിറ്റോറിയൽ. രണ്ടാമത്തെ എഡിറ്റോറിയൽ ഫോക്കസ് ഓൺ ട്രയൽ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ഈ എഡിറ്റോറിയൽ നിങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. അതിനപ്പുറം ആ എഡിറ്റോറിയൽ അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കറണ്ട് അഫയേഴ്സ് ഒന്നുമില്ല. ഇത് ഇ ഡിയും സി ബി ഐയും നമുക്കറിയാം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി, സി ബി ഐ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഈ രണ്ട് സംഭവങ്ങളും ഒരുപാട് കേസസ് കറപ്ഷന്റെ പേരിൽ പല പൊളിറ്റീഷ്യൻസിന്റെയും എഗെയിൻസ്റ്റ് ആയിട്ട് ചുമത്താറുണ്ട്. മിക്കപ്പോഴും അത് ഗവൺമെന്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന പൊളിറ്റീഷ്യൻസ്, അതായത് ഓപ്പോസിഷൻ ലീഡേഴ്സിന് മുകളിലാണ് അത് വരാറുള്ളത്. അപ്പൊ ഈ ഇടയ്ക്ക് അരവിന്ദ് കെജ്രിവാൾ, അതുപോലെ ഡൽഹിയുടെ തന്നെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായ മനീഷ് സിസോദിയ, അതുപോലെ തെലങ്കാന രാഷ്ട്ര സമിതി എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശ് ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി, ഇപ്പൊ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, കഴിഞ്ഞ ഇലക്ഷനിൽ അവർ തോറ്റുപോയി, ആ പാർട്ടിയുടെ ഫൗണ്ടർ ആയിരുന്ന കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത, ഇത്രയും പേര് ഒറ്റ കേസിലകത്തുപോയി. ഒറ്റ കേസ്. അതെന്താണ് കേസ് എന്ന് വെച്ചാൽ ഡൽഹി എക്സൈസ് കേസ് എന്ന് പറയും. ഡൽഹിയിലെ മദ്യം വിൽക്കാനുള്ള അവകാശം ഡൽഹി ഗവൺമെന്റിന്റെ ഏജൻസീസിനായിരുന്നു. കേരളത്തിൽ സിവിൽ സപ്ലൈസ് അല്ലെങ്കിൽ ബിവറേജസ് കോർപ്പറേഷൻ കേരള ഗവൺമെന്റില്ല, അതുപോലെയായിരുന്നു ഡൽഹിയിലും. പക്ഷെ ഒരു രാത്രി കൊണ്ട് ആ തീരുമാനം മാറ്റിയിട്ട് പ്രൈവറ്റ് ഏജൻസീസിന് ഈ മദ്യ വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് കൊടുക്കാൻ അരവിന്ദ് കെജ്രിവാൾ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. പക്ഷെ അത് ബ്രൈബ് മേടിച്ചുകൊണ്ട്, ഹൺഡ്രഡ്സ് ഓഫ് ക്രോഡ്സിന്റെ ബ്രൈബ് മേടിച്ചുകൊണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ഒരു കമ്പനിക്ക് ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു പരിപാടിയായിരുന്നു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ, സി ബി ഐയുടെയും കണ്ടെത്തൽ. ഇതിന് മിഡിൽ മാൻ ആയിട്ട് നിന്ന് അല്ലെങ്കിൽ ബ്രോക്കർ ആയിട്ട് നിന്ന് ഈ ഡീൽ, സൗത്ത് ഇന്ത്യയിലെ ഈ മദ്യ കമ്പനിയും ഡൽഹി നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലമാണല്ലോ, ഡൽഹി ആം ആദ്മി പാർട്ടി തമ്മിൽ ഇടയ്ക്ക് ഒരു പാലമായിട്ട് പ്രവർത്തിച്ചത് ഞാൻ ഈ പറഞ്ഞ കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത ആണെന്നാണ് ഈ പറഞ്ഞ അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തൽ ശരിയാണെന്നുള്ള കാര്യം ഇനിയിപ്പോൾ കോടതി തീരുമാനിക്കും. അന്ന് തൊട്ട് ഈ 3 പേരും ജയിലിലാണ്. അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ്, ഡൽഹി ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മനീഷ് സിസോദിയ ജയിലിലാണ്, കവിത ജയിലിലാണ്. പക്ഷെ ഈ ഇടയ്ക്ക് മനീഷ് സിസോദിയക്ക് സുപ്രീം കോടതി ജാമ്യം കൊടുത്തു. കേജ്രിവാളിന് ജാമ്യം ഇ ഡി കേസിൽ കിട്ടിയെങ്കിലും സി ബി ഐ കേസിൽ കിട്ടിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. മിനിഞ്ഞാന്ന് ഈ പറഞ്ഞ ഈ സതേൺ സ്റ്റേറ്റ് ആയ തെലങ്കാനയുടെ ഭരിച്ചിരുന്ന പാർട്ടിയായ TRS, തെലങ്കാന രാഷ്ട്ര സമിതിയുടെ ഫൗണ്ടർ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയ്ക്കും ജാമ്യം കോടതി കൊടുത്തു. ജാമ്യം കൊടുത്തപ്പോൾ കോടതി സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജൻസീസിനെ, ഇ ഡിയെയും സി ബി ഐയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വിമർശിച്ചു, ക്രിട്ടിസൈസ് ചെയ്തു. അതിന്റെ കാര്യം വേറൊന്നുമല്ല, ഈ ജാമ്യം കൊടുക്കുന്നതിന് അവർ വെഹമെന്റലി ഒപ്പോസ് ചെയ്യുന്നതിന് ആണ് മെയിൻലി അവർ എതിർക്കാൻ കാരണം, അല്ല സുപ്രീം കോടതി വിമർശിക്കാൻ കാരണം. അതായത് ഈ ജാമ്യം എന്ന് പറയുന്നത് ഏത് ക്രിട്ടിക്കൽ കേസ് ആണെങ്കിലും, ഇപ്പൊ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നിയമങ്ങൾ, ഒന്ന് PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടും, വേറൊന്ന് UAPA, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടും ആണ്. ഇപ്പം സുപ്രീം കോടതിയുടെ റീസെന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടും UAPA അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിലും പോലും വൺസ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം പൂർത്തിയായി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രതികൾക്ക് ജാമ്യം കൊടുക്കണം. അവർ എത്ര വലിയ ക്രൂരന്മാരായ പ്രതികളോ ആയിക്കോട്ടെ, പ്രതികളെ ആവുന്നുള്ളവർ വൺസ് ഈ ഗിൽറ്റി പ്രൂവ് ചെയ്യപ്പെട്ടാലേ അവർക്ക് ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുവരെ അവർ ജാമ്യത്തിന് അർഹരാണ് എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ അഭിപ്രായം. അതുമാത്രമല്ല, ഈ ഡൽഹി എക്സൈസ് കേസിൽ ജാമ്യം വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ മിക്കവാറും ഇവരെല്ലാം പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് കുറ്റവാളികളായിരുന്ന ആൾക്കാർ പിന്നീട് അപ്രൂവേഴ്സ് ആയിട്ട് മാറി അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. അതായത് നമ്മൾ മലയാളത്തിൽ മാപ്പ് സാക്ഷി എന്ന് പറയും. ഇവന്മാർ മാപ്പ് സാക്ഷിയാവുന്ന ആൾക്കാർ എങ്ങനെയാണ് എപ്പോഴും കുറ്റവാളികളായിരിക്കും. അവരെ മറ്റ് കുറ്റവാളികളുടെ ഇതിന്റെ ലാർജറായിട്ടുള്ള കോൺസ്പിറസി വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരെ മാപ്പ് സാക്ഷിയാക്കും. അവരാണ് അപ്രൂവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ഈ കവിത ആണെങ്കിലും മനീഷ് സിസോദിയ ആണെങ്കിലും നമ്മളുടെ അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിലും ആരാണെങ്കിലും ജയിലിൽ ഇതിൽ പ്രതി ചേർക്കപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായി, അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് കോടതിയുടെ പരാമർശം. ഒപ്പം ഈ PMLA തന്നെ സെക്ഷൻ 45 കൂടെ പറയുന്നുണ്ട്. സെക്ഷൻ 45 വൾണറബിൾ അല്ലാത്ത വിമൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ അകത്ത് ജാമ്യം കിട്ടാനുള്ള കൂടുതൽ കുറെ എക്സംഷൻസ് ഉണ്ട് മെന്നിനെക്കാളും. അപ്പൊ അത് സൈറ്റ് ചെയ്ത് തന്നെ ഈ പറഞ്ഞ കവിതയ്ക്കൊക്കെ മുമ്പേ ജാമ്യം കൊടുക്കാമായിരുന്നു എന്നാണ് ഈ പറയുന്നത്. പിന്നെ ഹിന്ദുവിന്റെ ചില സജഷൻസ് ഉണ്ട്. ഹിന്ദു പറയുന്നത്
ചുമ്മാ പിടിച്ച് ജയിലിൽ ഇട്ടിട്ട് ഒരു കാര്യമില്ല. കുറെ പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാന്നല്ലാതെ ഈ കേസിൽ ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടണം. കാര്യം ഇവര് ഇപ്പൊ കേജ്രിവാളും മനീഷ് സിസോദിയും ഈ കവിതയൊക്കെ ചിലപ്പം, അല്ലെങ്കിൽ നാളെ വേറെ ഏതൊരു പൊളിറ്റീഷ്യൻ ആണെങ്കിലും അവരെല്ലാം ചിലപ്പോൾ പ്രതികളായിരിക്കും. ഈ പ്രതികൾക്കെതിരെ നല്ല ശക്തമായ ഒരു കേസ് കൊണ്ടുവന്ന് എല്ലാ എവിഡൻസസും കോടതിയുടെ മുന്നിൽ ബോധ്യപ്പെടുത്തി അവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുന്നതിനാണ് ഈ EDയും CBI ഒക്കെ മാക്സിമം അവരുടെ സ്ട്രെയിൻ എടുക്കേണ്ടത്. അല്ലാതെ ഈ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ജാമ്യത്തിന് ഒബ്ജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് ഇത്രയും സ്ട്രെസ് എടുക്കേണ്ട കാര്യമില്ല. കാര്യം ജാമ്യം എന്ന് പറഞ്ഞാൽ ഒരു നോമാണ്, ബെയിൽ ഈസ് ദ നോം. അതിന് തടയാൻ, അതൊരു ഹ്യൂമൻ റൈറ്റ്സ് അതിന്റെ ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ്. അതിനെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പാടില്ല എന്നാണ് ഇപ്പം തന്നെ സുപ്രീം കോടതിയിൽ തന്നെ പലതവണ പരാമർശം ഉണ്ടായത്. അപ്പൊ ആ ഒരു രീതി ചിന്തിക്കാതെ ഇവര് പുറത്തു പോയിട്ടേ കുഴപ്പമില്ല, പുറത്തു പോയിട്ട് അവർക്കെതിരെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസസ് കളക്ട് ചെയ്ത് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് കോടതിയെ ബോധ്യപ്പെടുത്തി അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനാണ് ഏജൻസീസ് ശ്രമിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇവിടെയുള്ള വേറൊരു ആർട്ടിക്കിൾ, ഈ ആർട്ടിക്കിൾ ആക്ച്വലി എ സൈലന്റ് ഡെമോക്രാറ്റിക് ബാക്ക്ലാഷ് ഇൻ സൗത്ത് ഏഷ്യ എന്നൊരു ആർട്ടിക്കിളാണ്. ഇതൊരു പാകിസ്ഥാൻകാരനും ഇതൊരു ഇന്ത്യക്കാരനും കൂടെ ചേർന്ന് എഴുതിയ ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ ഈ ആർട്ടിക്കിളിന്റെ കണ്ടന്റിനോട് ഞാൻ ചിലപ്പോഴൊക്കെ നിങ്ങൾ ഹിന്ദുവിൽ വരുന്ന ചില ആർട്ടിക്കിൾസിനെ എന്നോട് എനിക്ക് യോജിപ്പ് കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ആർട്ടിക്കിളിനോട് എനിക്ക് യോജിപ്പില്ല. കാര്യം ഇതില് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡെമോക്രസീസിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന കുറെ പാരഗ്രാഫ്സ് ഉണ്ട്. തുടക്കത്തിൽ സൗത്ത് ഏഷ്യയിലെ രാജ്യങ്ങളിലെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ബാക്ക് സ്ലൈഡിങ്ങിനെ കുറിച്ചും ആ ബാക്ക് സ്ലൈഡിങ് ഡെമോക്രസിയിൽ ഒരു അപജയം സംഭവിക്കുമ്പോൾ ആ ഡെമോക്രസി വീണ്ടെടുക്കാൻ വേണ്ടി ആ രാജ്യത്തെ ജനങ്ങൾ നടത്തുന്ന അപ്രൈസിങ്, ബംഗ്ലാദേശിൽ ഇപ്പൊ കണ്ടതുപോലെ, ശ്രീലങ്കയിൽ 2 വർഷം മുമ്പ് 2022 കണ്ടതുപോലെ പാകിസ്ഥാനിലും ഉണ്ടായെന്നാണ് ഇതിൽ പാകിസ്ഥാനി ഓതർ പറയുന്നത്. ഇന്ത്യയിലും ഉണ്ടായെന്നാണ് ഇന്ത്യയിൽ ഓതർ പറയുന്നത്. ഇതിൽ ശ്രീലങ്കയിൽ ഉണ്ടായ നമുക്ക് ശരിയെന്ന് സമ്മതിക്കാം, ബംഗ്ലാദേശിലുണ്ടായ ശരിയെന്ന് സമ്മതിക്കാം. എനിക്ക് പാകിസ്ഥാനോട് ഒരു വെറുപ്പില്ല കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനലുകളിൽ തിരയുന്ന പാകിസ്ഥാനെ കുറിച്ചാണ്. കാരണം എനിക്ക് പാകിസ്ഥാനോട് വല്ലാത്ത ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം ഞാൻ ഈ വാഗാ ബോർഡറിൽ പോയിട്ടുണ്ട്. വാഗാ ബോർഡറിൽ എനിക്ക് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഓഫീസറായിട്ട് ജോലി കിട്ടി. അപ്പോൾ കുറച്ച് കാലം ഫീൽഡ് ട്രെയിനിങ് പഞ്ചാബിൽ വെച്ചായിരുന്നു. കാര്യം ഇന്ത്യയുടെ അഗ്രികൾച്ചറിന്റെ സെന്റർ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ റൈസ് ആൻഡ് വീറ്റ് പ്രൊഡക്ഷന്റെ എപ്പി സെന്റർ എന്ന് പറയുന്നത് പഞ്ചാബ് ആയതുകൊണ്ട് ഏതൊരു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓഫീസറിനും കുറച്ച് നാളം ഫീൽഡ് ട്രെയിനിങ് പഞ്ചാബിലായിരിക്കും. ഇപ്പൊ ഡൽഹിയിലായിരുന്നു എന്റെ ട്രെയിനിങ് സെന്റർ. അവിടെ നിന്ന് പഞ്ചാബിലേക്ക് കുറച്ചു കാലം ട്രെയിനിങ്ങിന് പോയപ്പോൾ പഞ്ചാബിലെ സ്ഥലങ്ങളൊക്കെ കണ്ടു തീർക്കുന്ന സമയത്ത് ഞാൻ ഈ വാഗാ ബോർഡറും കാണാൻ പോയി. വാഗാ ബോർഡറിലെ ഈ ഒരു സെറിമണി ഉണ്ട്, എൻ്റെ പേര് അങ്ങ് മറന്നു, റിട്രീറ്റ് സെറിമണി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലാഗ് ഒക്കെ കൈമാറൊക്കെ ചെയ്യുന്ന ചടങ്ങാണ്. അപ്പൊ അതേ കാണുമ്പോൾ 2 സൈഡിൽ ആൾക്കാരിരുന്ന് പാകിസ്ഥാനും ഇന്ത്യക്കും വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന എന്റെ മനസ്സിലൊരു വിഷമം തോന്നി. കാര്യം അത് കണ്ടപ്പോൾ എനിക്ക് അത് ഭയങ്കര ഒരു ഫീലിംഗ് തോന്നിയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു 75 years ബാക്ക് നമ്മളെല്ലാം ഒന്നായിരുന്നു, നമുക്ക് ബൗണ്ടറീസ് ഇല്ലായിരുന്നു നമ്മളുടെ ഇടയിൽ. അപ്പോൾ ഒരു രാജ്യമായി ഒറ്റ ഇതായി കിടന്ന രാജ്യം വെട്ടിമുറിക്കപ്പെടുന്ന ആരുടെയൊക്കെ താല്പര്യത്തിൽ, ആ വെട്ടിമുറിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 2 ജനതയുടെ ഹൃദയങ്ങൾ കൂടിയാണ് വെട്ടിമുറിക്കപ്പെട്ടതെന്ന് ആ ചടങ്ങ് കാണുമ്പോൾ, ആ വാഗാ ബോർഡറിലെ ചടങ്ങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ 2 രാജ്യങ്ങളുടെ ഇടയിൽ തീവ്രവാദം ഉടലെടുക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, യുദ്ധങ്ങളുണ്ടായി. പക്ഷേ ഒരു സമയത്ത് ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും ഒക്കെ പിന്നീട് എല്ലായിടത്തും ഈ രാജ്യങ്ങൾ ഒറ്റ രാജ്യമായിട്ട് കിടക്കുന്ന സമയത്ത് അവർ സന്ദർശിച്ച സ്ഥലങ്ങൾ, അവർ അജിറ്റേഷൻസ് നടത്തിയ ലാഹോറും കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയ ഈ പറഞ്ഞ ലാഹോറും ഇസ്ലാമാബാദും ഒക്കെ ഉൾപ്പെടുന്ന കറാച്ചിക്ക് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് പോയി കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതുപോലെ എനിക്ക് പാകിസ്ഥാനി ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് യൂട്യൂബിൽ ഞാൻ പാകിസ്ഥാനി സ്ട്രീറ്റ് ഫുഡിനെ കുറിച്ചുള്ള വീഡിയോസ് ഒരുപാട് കാണാറുണ്ട്. അപ്പൊ പാകിസ്ഥാൻ വിസിറ്റ് ചെയ്യാനുള്ള ഒരു വിസ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പാകിസ്ഥാനോട് ഒരു വെറുപ്പില്ല. പക്ഷേ ഡെമോക്രസി എന്ന് പറയുന്ന സംഭവം പാകിസ്ഥാനിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിലെ കണ്ടന്റ് ഞാൻ പിന്നീട് വലുതായിട്ട് നിങ്ങളടുത്ത് പറയാനും പോകുന്നില്ല. കാരണം പാകിസ്ഥാനിൽ ഡെമോക്രസി ഉണ്ടെന്ന് ഒരു കാരണവശാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ ശ്രീലങ്കയിലോ ബംഗ്ലാദേശിലോ ഇന്ത്യയിലോ ജനങ്ങൾ ഡെമോക്രസിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓട്ടോക്രസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടോ ഓട്ടിക്കൂടെയോ അല്ലെങ്കിൽ അല്ലാതെയോ പ്രതികരിക്കുന്നതിന് പാകിസ്ഥാനിലെ പ്രതികരണങ്ങളായിട്ട് കമ്പയർ ചെയ്യാനും പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ അയൂബ് ഖാൻ എന്നും സിയാവുൽ ഹക്ക് എന്നും ജനറൽ പർവേസ് മുഷറഫ് എന്നൊക്കെ പറഞ്ഞ പട്ടാള ഭരണാധികാരികൾ തന്നെ ദശകങ്ങളോളം ആ രാജ്യം ഭരിച്ചതാണ്. എന്നിട്ട് ഇപ്പോ ഷഹബാസ് ഷെരീഫാണ് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ എങ്കിലും ഷഹബാസ് ഷെരീഫിന്റെ ഹാൻഡ്സ് ആർ ടൈഡ്. എന്താണ് കാര്യം? ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുന്ന പട്ടാളമാണെന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ്. കാരണം അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പൊ ഇമ്രാൻഖാൻ ഭരിക്കേണ്ടതാണ്. കാരണം ഇമ്രാൻഖാൻ അവിടെ മെജോറിറ്റി ജനങ്ങളും ഇഷ്ടപ്പെടുന്ന പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിന് അവിടെ നിന്ന് പട്ടാളത്തിന്റെ പ്രഷർ മൂലം
അധികാരത്തിന് പുറത്തു പോകേണ്ടി വന്നു. അധികാരത്തിന് പുറത്തുപോയ അദ്ദേഹത്തിന് ജയിലിൽ പിടിച്ചിടുകയാണ്. ഇപ്പോഴും അദ്ദേഹം ജയിലിലാണ്. കുറെ കള്ളക്കേസുകളും ശരിയായ കേസുകളും എല്ലാം അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ ജുഡീഷ്യറിക്ക് പോലും അതിൽ ഇന്റർവ്യൂൻ ചെയ്യാൻ പറ്റുന്ന ജുഡീഷ്യറി പോലും പട്ടാളത്തിന്റെ ഈ പറഞ്ഞ ഓരോരോ ഡിക്റ്റംസിന്റെ ബേസിലാണ് അവരവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ അവിടെ ഈ ഇമ്രാൻഖാന്റെ പാകിസ്ഥാനി തെഹരീക്ക് ഇൻസാഫ് പാകിസ്ഥാൻ, അങ്ങനെ എന്താണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര്. അപ്പൊ ആ പാർട്ടിക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ ബാറിംഗ് വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാൻഡിഡേറ്റ്സ് എല്ലാം ഇൻഡിപെൻഡൻസ് ആയിട്ട് മത്സരിച്ചു. എന്നിട്ട് പോലും അവിടുത്തെ എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആയ പാകിസ്ഥാൻ മുസ്ലിം ലീഗിനെയൊക്കെ തോൽപ്പിച്ച്, പാകിസ്ഥാനി പീപ്പിൾസ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയൊക്കെ തോൽപ്പിച്ച് ഈ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സ് ഏറ്റവും കൂടുതൽ അവിടെ വിൻ ചെയ്തത്. അപ്പം ഇമ്രാൻഖാന്റെ പാർട്ടിയാണ് അവിടെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വിൻ ചെയ്ത്. എന്നിട്ട് ഇപ്പോഴും ഇമ്രാൻഖാൻ ജയിലിൽ അവിടുത്തെ ഗവൺമെന്റ് ഫോർമേഷനിൽ ഇദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ജയിച്ചു വന്ന, ഇൻഡിപെൻഡൻസ് ആയിട്ടാണെങ്കിൽ പോലും ജയിച്ചു വന്ന ആൾക്കാർക്കൊന്നും ഒരു ഇല്ലാതായി. അപ്പൊ ഒരു രീതിയിൽ ഡെമോക്രസി എന്ന് പറയുന്ന സംഭവത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പം അവിടെ ഡെമോക്രാറ്റിക് അപ്രൈസിങ് ഉണ്ടാവുന്നു ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഒരു റെഫറൻസ് വരിക. എന്നിട്ട് ഇന്ത്യയുടെ ഡെമോക്രസി ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അതിനെ കമ്പയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് വെറും എന്താ പറയുന്ന മണ്ടത്തരമാണ്. കാര്യം അവിടെ ഡെമോക്രസി ഇല്ല. ഡെമോക്രസി എന്ന് പറയുന്ന സംഭവം ഒരു ഫാൾസ് ആണ് ആ രാജ്യത്ത്. അതുകൊണ്ടാണ് ഞാനതിന് എനിക്ക് അതിനോട് യാതൊരു യോജിപ്പും ഇല്ലാത്ത ഈ ആർട്ടിക്കിളിനോട്. നിങ്ങൾ വേണമെന്നുള്ളൊരു വായിച്ചു നോക്ക്. ആക്ച്വലി ഇതൊരു പൊളിറ്റിക്കൽ ആർട്ടിക്കിൾ ആണ്. അതുകൊണ്ട് തന്നെ വായിക്കുക എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് വായിക്കുന്ന രീതിയിൽ വായിക്കേണ്ട കാര്യമേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അതിൻ്റെ അകത്ത്. ഓക്കെ, എന്തായാലും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഡെമോക്രസിയെ ആണ് കമ്പയർ ചെയ്തേക്കുന്നത്. ഞാനത് നിങ്ങളെ പഠിപ്പിക്കാത്ത കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, പാകിസ്ഥാനിൽ ഡെമോക്രസി എന്ന സംഭവം ഇല്ല. അതുകൊണ്ടാണ് പട്ടാളം തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത്. ഡെമോക്രസി ഉണ്ടെന്ന് ലോകത്തിന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കിയിരിക്കുന്നേ ഉള്ളൂ. നാളെ ഷഹബാസ് ഷെരീഫ് വേണമെങ്കിൽ പുറത്തു പോകാം, പട്ടാളം അയാളെ ഇഷ്ടപ്പെടാതാകുമ്പോൾ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഷാർപ്പനിങ് ഇന്ത്യാസ് ആന്റി ട്യൂബർക്ലോസിസ് ഫൈറ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. ഇത് സംഭവം ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ TB എന്ന് പറയുന്ന പ്രോബ്ലം ലോകത്തിന് ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന അസുഖങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്കറിയാം. ഇതിൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. കാര്യം ലോകത്തിലെ മൊത്തം TB ബർഡന്റെ 1/4, അതായത് ലോകത്തിലെ ഓരോ 4 TB പേഷ്യൻസിലും ഒരാൾ ഇന്ത്യക്കാരനാണ്. അപ്പൊ അത് തന്നെ ഇപ്പം ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടാ. മുമ്പ് അതിനേക്കാളും കൂടുതലായിരുന്നു ഇന്ത്യയിലെ TB പേഷ്യൻസ്. അപ്പൊ ഈ TB ബൈ 2025 ഇന്ത്യയിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു 6-7 വർഷം മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. പക്ഷെ നടക്കൂല എന്ന് പിന്നീട് മനസ്സിലായി. കോവിഡ് വന്നപ്പോൾ തന്നെ നമുക്ക് ഈ TB പേഷ്യൻസിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റിലൊക്കെ ഒരുപാട് കോംപ്രമൈസസ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഈ 2025 TB ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ, TB ഫ്രീ ആവുക എന്നുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം നടക്കില്ല എന്ന് വ്യക്തമാണ്. പക്ഷെ ഇതില് അതിനെക്കുറിച്ച് പറയുന്നേക്കാളും കൂടുതലായിട്ട് പറയുന്നത് വെച്ചാല് ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള TBയുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച്. ഇതൊരു ചെറിയ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുള്ളൂ. ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള TBയുടെ ട്രീറ്റ്മെന്റ് ഇന്ത്യയിൽ ഇപ്പം നമ്മള് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റും WHO റെക്കമെൻഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ്, അതിനെ കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം ഈ ഇടയ്ക്ക് തന്നെ 25.1 lakh ന്യൂ പേഷ്യൻസ് TB ഉള്ളവരായിട്ട് ഇന്ത്യയിൽ ഡയഗ്നൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ഇടയ്ക്ക് കഴിഞ്ഞ ഒരു 1-2 വർഷം കൊണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല TB ബർഡൻ ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡ്രഗ് റെസിസ്റ്റന്റ് TBയെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡില് ഒരു വർഷം കൊണ്ട് തീർക്കാവുന്ന ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഡെയിലി 13 തൊട്ട് 14 വരെയുള്ള ടാബ്ലറ്റ്സ് നമ്മളെ പേഷ്യൻസ് കഴിക്കണമാണ്. അതേസമയത്ത് ഡെയിലി 3-4 ടാബ്ലറ്റ്സ് കഴിച്ചാൽ മതി എന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് റെജിമെൻ ഉണ്ട്. അതാണെങ്കിൽ 18 to 24 months ആണ് ആ ചികിത്സയുടെ കാലാവധി. ഏതാണ്ട് 2 വർഷം. ഇതേ ആദ്യം പറഞ്ഞ ഏതാണ്ട് 1 വർഷവും രണ്ടാമത് പറഞ്ഞ ഏതാണ്ട് 2 വർഷവും. പക്ഷേ അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാല് കൺസിക്യൂട്ടീവായിട്ട് പിന്നീട് ഫ്രീക്വന്റ് ആയിട്ട് ഈ പേഷ്യൻസ് ക്ലിനിക്കുകൾ വിസിറ്റ് ചെയ്യേണ്ടി വരും. അവർക്ക് അതുവഴി ജോബ് ലോസ്, അവർക്ക് അതുവഴി ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ നഷ്ടം, അവർ പോവർട്ടിയിലേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട്. അതേസമയത്ത് WHO കൊണ്ടുവന്ന ഒരു പുതിയ സംഭവം, അതിന് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ട്രീറ്റ്മെന്റ് റെജിമൻ ആണ്. അപ്പം അതിൽ BPAL-M എന്ന് പറയുന്ന ഒരു സംഭവമാണ്. സേഫർ ആൻഡ് മോർ ഇഫക്റ്റീവ് റെജിമെന്റ്സ് കോൾഡ് BPAL-M എന്ന് പറയുന്ന ഒരു സംഭവം. അത് WHO ആണ് കൊണ്ടുവന്നത്. അത് വെറും 6 മാസം മാത്രം മതി അതിന്റെ ട്രീറ്റ്മെന്റിന്. വെറും
3-4 ടാബ്ലറ്റ് ഡെയിലി എടുക്കുക. 6 മാസം കൊണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം അവർക്ക് അവരുടെ ജോബിലേക്കൊക്കെ മറ്റേ ട്രീറ്റ്മെന്റ് റെജിമെനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 1.5 വർഷം മുമ്പേ അവർക്ക് അവരുടെ ആക്റ്റീവ് ജോബിലോട്ടൊക്കെ പ്രവേശിക്കാൻ പറ്റും. സക്സസ് റേറ്റ് ആണെങ്കിൽ ഇപ്പം ഉള്ള ഇന്ത്യയിലെ ട്രീറ്റ്മെന്റ് റെജിമെന്റിൽ 68% ഒക്കെയാണ് സക്സസ്, ഈ TB മാറാൻ ഉള്ള ഒരു സക്സസ് റേറ്റ്. ഇത് 89% ആണ് WHO റെക്കമെൻഡഡ് ആയിട്ടുള്ള ഈ BPAL-M റെജിമെനിൽ. അപ്പൊ ഇന്ത്യ എത്രയും പെട്ടെന്ന്, അപ്പൊ അതുകൊണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ ഏതാണ്ട് 10-80 രാജ്യങ്ങള് ഈ പറഞ്ഞ BPAL-M എന്ന് പറഞ്ഞ WHO ട്രീറ്റ്മെന്റ് റെജിമെന്റിലേക്ക് മാറി. 80ഓളം കൺട്രീസ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയും എത്രയും പെട്ടെന്ന് അതിലേക്ക് മാറണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ആ ഒരു എത്ര ഡോളറാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്, എത്ര എമൗണ്ട് ആണ് സേവ് ചെയ്യാൻ പറ്റുന്നത്, അതെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഇത് ഒരു അസുഖത്തിന്റെ ഇറാഡിക്കേഷനെ കുറിച്ച് ഇന്ത്യ വളരെ ആക്റ്റീവായിട്ട് ചിന്തിച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ TB എന്ന് പറഞ്ഞ അസുഖത്തിനെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ വരെ ഒന്ന് മനസ്സിലാക്കിയത് നല്ലതാണ് എന്നുള്ളതുകൊണ്ട് ഞാനിത് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഇവിടെ വീണ്ടും ഒരു അസുഖത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, പോളിയോ. അത് നമ്മളൊരു എഡിറ്റോറിയലായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഈ പോളിയോയുടെ പ്രശ്നം. 2011 ഇന്ത്യ ഇല്ലാതാക്കിയതാണ്. 2011 ഇന്ത്യ പോളിയോ ഫ്രീ ആവുന്നു. അതായത് വൈൽഡ് പോളിയോ വൈറസിന് ഇന്ത്യയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യുന്നു. 2014 WHO ഇന്ത്യയെ പോളിയോ ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. പക്ഷേ ഇപ്പോ ഇടയ്ക്ക് 1-2 കേസസ് ഉണ്ടായി. ലേറ്റസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ മേഘാലയയിലെ തിക്രിക്കില വില്ലേജിൽ നിന്നാണ് ഉണ്ടായത്. അത് വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ ആണ് ഉണ്ടായത്. അതിനെ കുറിച്ചൊക്കെ അന്ന് ഞാൻ നിങ്ങൾക്ക് എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്ത് പറഞ്ഞതാണ്. ഈ വാക്സിൻ ഡിറൈവ്ഡ് പോളിയോയില് IVDPV എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി റിലേറ്റഡ് വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ് ഉണ്ട്. CVDPV ഉണ്ട്, അതായത് സർക്കുലേറ്റിംഗ് വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസും. ഈ IVDPV ആണെങ്കിൽ അത്രയും പ്രശ്നമില്ല, അത് ആ ചൈൽഡിനെ മാത്രമേ ബാധിച്ചു കാണുള്ളൂ. ആ ചൈൽഡിന് മാത്രമായിരിക്കും ഈ വാക്സിൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള പോളിയോ വൈറസ് ആ കുട്ടിയിൽ മാത്രമായിരിക്കും. അതേസമയത്ത് CVDPV ആണെങ്കിൽ അത് കമ്മ്യൂണിറ്റിയിൽ സ്പ്രെഡ് ചെയ്ത് കാണും. അപ്പൊ അത് എന്ത് തരത്തിലുള്ള ആണെന്നൊന്നും ഇതുവരെയും ഫൈനലൈസ് ചെയ്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി അത് പറഞ്ഞിട്ടില്ല. അവരാണ് അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് NIV. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പോളിയോ വാക്സിൻ കവറേജ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അത് ഇന്ത്യയെ കൂടുതൽ പോളിയോ വൾണറബിൾ ആക്കി മാറ്റാൻ സാധ്യതയുണ്ട്. കാര്യം ഇന്ത്യ കംപ്ലീറ്റ്ലി പോളിയോ ഫ്രീ ഒക്കെ ആയി മാറിയതിനു ശേഷം എസ്പെഷ്യലി ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റേൺ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ പോളിയോക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റിംഗ് അല്ലെ ചെറിയൊരു കോംപ്ലാസൻസി വന്നിട്ടുണ്ട്. അപ്പം അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് പണി കിട്ടും എന്നാണ് ഇത് പറയുന്നത്. പോളിയോ വാക്സിനേഷൻ പോലെ ഇന്ത്യക്കുള്ള മൊത്തം വാക്സിനേഷൻ പ്രോഗ്രാമിന്റെ പേരാണ് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത്. മിഷൻ ഇന്ദ്രധനുഷ് ഏതാണ്ട് 12ഓളം അസുഖങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ കുട്ടികളെ പിന്നീട് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ് വഴി വാക്സിനേഷൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പ്രോഗ്രാമിനെയാണ് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത്. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഓൺ യുക്രൈൻ സർപ്രൈസ് ഇൻകർഷൻ ഇൻ കുർസ്ക്, ഇതും നമ്മൾ ഒരു ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഇപ്പൊ ഒരു 3-4 ദിവസം മുമ്പാണ് അവസാനം ഞാൻ പഠിപ്പിച്ചത്, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. വേറൊന്നുമല്ല, ഇത് യുക്രൈൻ റഷ്യയുടെ ഒരു പ്രദേശം കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്, കുർസ്ക് എന്ന് പറയുന്ന പ്രദേശം. അത് എങ്ങനെയാണ് ഈ ബാറ്റിൽ ഫീൽഡിൽ യുക്രൈന് നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കുമോ എന്നുള്ളൊരു ആർട്ടിക്കിളാണത്. നേട്ടം ഉണ്ടാക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. ഈ ആർട്ടിക്കിളിൻ്റെ അകത്ത് അങ്ങനെ പറയുന്നില്ല, പക്ഷെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചില ആർട്ടിക്കിൾസ് വായിച്ചു. ഞാൻ റഷ്യ ബയസ്ഡ് ആയിട്ടൊന്നുമല്ല, എനിക്ക് റഷ്യയോട് കുറച്ച് ബയസ് ഉണ്ട്, അത് വേറെ കാര്യം. പണ്ടേ ഇന്ത്യയെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള രാജ്യം റഷ്യ ആയതുകൊണ്ട്. അത് മാത്രമല്ല, ഈ യുദ്ധത്തിൽ റഷ്യയുടെ സൈഡിൽ കുറച്ച് എന്താ പറയുന്ന ന്യായമുണ്ട്. അതെന്താണ് ന്യായം എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. യുക്രൈൻ നാറ്റോയിൽ ജോയിൻ ചെയ്യാൻ ഏതാണ്ട് തയ്യാറെടുക്കുകയായിരുന്നു. യുക്രൈൻ ഉൾപ്പെടുന്ന റഷ്യയിൽ നിന്ന് പണ്ട് സോവിയറ്റ് യൂണിയൻ വിഘടിച്ചു പോയ രാജ്യങ്ങളെല്ലാം റഷ്യ അനുകൂല ഗവൺമെന്റുകളായിരുന്നു അവിടെ ഉള്ളത്. യുക്രൈനിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ റഷ്യക്കിട്ട് പണിയെടുക്കാന്നുള്ള ലക്ഷ്യത്തോടെ അമേരിക്കയും വെസ്റ്റേൺ നേഷൻസും ചേർന്ന് ഈ ബംഗ്ലാദേശിലൊക്കെ ചെയ്തതുപോലെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഗവൺമെന്റിനെ യുക്രൈനിൽ ഇൻസ്റ്റൽ ചെയ്യായിരുന്നു, പ്രോ റഷ്യൻ ഗവൺമെന്റിനെ പുറത്താക്കിയിട്ട്. സ്വാഭാവികമായിട്ട് റഷ്യക്ക് ദേഷ്യം വരും, റഷ്യ തിരിച്ചടിച്ചു. അതാണ് സംഭവിച്ചത്. റഷ്യയുടെ അതിർത്തിയിലുള്ള രാജ്യം നാറ്റോയിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അമേരിക്കയെ റഷ്യക്കകത്ത് കയറ്റുന്നതിന് തുല്യമാണ്. അത് ഒരിക്കലും റഷ്യക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധത്തിനുള്ള കാരണം ഉണ്ടാക്കി വെച്ചിടത്ത് യുക്രൈൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് റഷ്യയുടെ സൈഡിൽ ന്യായമുണ്ട്. ഓക്കെ, അത് പോട്ടെ. അപ്പൊ എന്തായാലും
ഞാൻ ഈ യുക്രൈൻ ഇതിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകണമെന്ന് പറയാൻ കാര്യം, റഷ്യയെ സംബന്ധിച്ച് അത്ര തന്ത്രപ്രധാനമായ മേഖലയൊന്നും അല്ല കുർസ്ക് എന്ന് പറഞ്ഞ മേഖല. ആ മേഖലയിൽ 1000 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം മാത്രമാണ് ഇതുവരെയായിട്ട് യുക്രൈന് പിടിക്കാൻ പറ്റിയ. റഷ്യ ഓൾറെഡി 1,10,000 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം യുക്രൈന്റെ പിടിച്ചെടുത്തു കഴിഞ്ഞു. അതായത് യുവമാരുടെ കയ്യിൽ കിട്ടിയതിന്റെ 1000 മടങ്ങ് പ്രദേശങ്ങള് ഇപ്പൊ ഓൾറെഡി, അല്ലെങ്കിൽ 100 മടങ്ങി കൂടുതൽ പ്രദേശങ്ങൾ യുക്രൈൻ്റെ പ്രദേശങ്ങൾ റഷ്യയുടെ കയ്യിലാണ്. ഈ യുക്രൈന്റെ പ്രദേശങ്ങൾ പലതും തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളാണ് റഷ്യയുടെ കയ്യിൽ ഇരിക്കുന്നത്. പിന്നെ ഇതില് സിംബോളിക് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. യുക്രൈൻ ഈ റഷ്യയുടെ ഈ പ്രദേശം പിടിച്ചെടുത്താൽ സിംബോളിക് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളും പതുക്കെ യുക്രൈനുള്ള സാമ്പത്തിക സഹായം കട്ട് ചെയ്യാൻ പോവുകയാണ്. അമേരിക്ക, ട്രംപ് അവിടെ അധികാരത്തിൽ വരികയാണെങ്കിൽ പൂർണ്ണമായിട്ട് കട്ട് ചെയ്യും. അപ്പോൾ 2.5 വർഷമായിട്ട് തുടരുന്ന ഒരു യുദ്ധത്തിൽ യുക്രൈൻ ഇതുവരെയ്ക്ക് ഒരു നേട്ടവും നേടാൻ പറ്റില്ല മാത്രമല്ല, യുക്രൈന്റെ പല പ്രദേശങ്ങളും റഷ്യ പിടിച്ചുകൊണ്ടും പോയി. അപ്പൊ അങ്ങനെ ഒരു യുദ്ധത്തിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഓരോ രാജ്യത്തും, ഇപ്പൊ ജർമ്മനിക്കാരൊക്കെ ഫ്രാൻസിലും അമേരിക്കയിലും ഒക്കെ അവിടുത്തെ ഗവൺമെന്റ് ഒക്കെ അവിടുത്തെ ജനങ്ങളോട് പറയണം. കാര്യം അവിടുത്തെ ടാക്സ് പേഴ്സിന്റെ മണിയാണല്ലോ അവർ യുക്രൈന് കൊടുക്കുന്നത്. അല്ലാതെ ഒരു രാജ്യത്തും അവിടുത്തെ ഗവൺമെന്റുകളായാലും കാശ് വെറുതെ ഉണ്ടാവില്ലല്ലോ. അവിടുത്തെ നമ്മളിപ്പോൾ അവിടുത്തെ പൗരനാണെങ്കിൽ നമ്മളെ ടാക്സ് പേർ ആണ്, നമ്മളെ മണിയാണ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ യുക്രൈന് കാണിച്ചു കൊടുക്കണം, റഷ്യ ഈസ് ഓൾസോ വൾണറബിൾ ആൻഡ് വി ആർ മേക്കിംഗ് സം ഗെയിംസ് ഇൻ ദിസ് വാർ. So you people, like funders of our country, like European countries and America, you just see the result. We are aggressively capturing some regions of Russia and Russia is vulnerable എന്ന് കാണിക്കാം. ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് അവരുടെ ഡോണേഴ്സിനെ കാണിക്കാൻ. അപ്പോൾ ആ ഡോണേഴ്സ് കുറച്ച് ഹാപ്പി ആവും. അങ്ങനെ ഹാപ്പി ആയി അവർക്ക് കുറച്ചുകൂടെ ഫണ്ടൊക്കെ കിട്ടും. അത്രയേ ഉള്ളൂ. യുദ്ധത്തിൽ യുക്രൈൻ്റെ റിലവൻസ് കാണിക്കുക, അത്രയേ ഉള്ളൂ. അതൊക്കെയാണ് ഇതിൽ എന്തെങ്കിലും യുക്രൈന് നേടാൻ പറ്റുന്നത്. അല്ലാതെ ഈ പ്രദേശം പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടം നേടാൻ പോകില്ല. നിങ്ങളിത് വായിച്ചു നോക്കിയാലും മനസ്സിലാവും. പിന്നെ ന്യൂസ് പേജിലേക്ക് പോകുമ്പോൾ കൊൽക്കട്ടയിലെ ആ ഡോക്ടറിന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എല്ലാ ദിവസവും ഇപ്പം ന്യൂസ് പേപ്പറിൽ ഏറ്റവും കൂടുതലുള്ളത്. അത് തന്നെയാണ് ആദ്യത്തെ ഈ 3 ന്യൂസും. അതിന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആ വിഷയത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. പിന്നെ താഴോട്ട് വരും, ഇന്ത്യ സൈൻസ് റിപ്പീറ്റ് ഓർഡർ ഫോർ 73,000 SIG 716 റൈഫിൾസ് ഡെലിവറി ബൈ 2025 എൻഡ്. ഈ SIG 716 എന്ന് പറഞ്ഞ റൈഫിൾ ഏത് രാജ്യത്തു നിന്നുള്ളതാണെന്ന് അറിഞ്ഞിരിക്കണം. സിക്സ് വയർ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്, ഇത് അമേരിക്കയുടെയാണ്. സിക്സ് വയർ AK-47 എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. AK-47 അല്ല, ഇപ്പൊ അതിന്റെ അഡ്വാൻസ്ഡ് AK-205 ഒക്കെയാണ്. ഇത് AK എന്ന് പറയുന്നത് റഷ്യയുടെയാണ്. കലാഷ്നിക്കോവ് എന്ന് പറയുന്ന ആളാണിത് ഉണ്ടാക്കിയത്. AK-47 ഗണ്ണൊക്കെ അത് റഷ്യയുടെയാണ്. ഇത് SIG എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനിയാണ്. സിക്സ് വയർ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ്. അവരുടെ SIG 716 എന്ന റൈഫിൾ നമ്മൾ ഓൾറെഡി 10,000 വാങ്ങിയതാണ്. ഇപ്പൊ വീണ്ടും ഓർഡർ കൊടുത്തു. അപ്പൊ അത് ഇപ്പൊ നമ്മളുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഇപ്പൊ അമേരിക്കയിലുണ്ട്. അദ്ദേഹമാണ് ആ ഡീലൊക്കെ സൈൻ ചെയ്യുന്നത്. പിന്നെ എമർജൻസീസ് ഉണ്ടാവുന്ന സമയത്ത് പരസ്പരം സഹായിക്കാൻ വേണ്ടി ഇന്ത്യ റഷ്യയുമായിട്ട്, ഇപ്പൊ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടാകത്തില്ലേ, ഭയങ്കര വലിയ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ, അത്തരം സന്ദർഭങ്ങളിൽ പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു വർക്കിംഗ് പ്ലാൻ ഇന്നലെ സൈൻ ചെയ്തു. അതറിഞ്ഞിരിക്കുക. പിന്നെ വേറെ ആ പേജിലെ ന്യൂസുകളൊന്നും വേണ്ട. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ മുകളിലുള്ള ന്യൂസുകളിൽ ഒരെണ്ണം നമ്മൾ അറിഞ്ഞിരിക്കണം. NDA crosses the majority mark in the രാജ്യസഭ. ലോക്സഭയിൽ മെജോറിറ്റി ഉണ്ടെങ്കിലേ ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റൂ. സോ NDA is having majority in the Lok Sabha during the last 3 Lok Sabha elections. That's why Narendra Modi is the Prime Minister of India. Once a political party win absolute majority in the Lok Sabha, then only they can govern our country. But majority in രാജ്യസഭ is not essential to govern our country. നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലാവുന്നില്ല എന്താണ് NDAക്ക് ഇപ്പോഴാണ് ആദ്യമായിട്ട് രാജ്യസഭയിൽ മെജോറിറ്റി കിട്ടി. ഇത്രയും കാലം രാജ്യസഭയിൽ മെജോറിറ്റി ഇല്ലായിരുന്നു. സോ majority in Rajya Sabha is not essential to govern our country. Majority in Lok Sabha is the essential criteria to govern our country. അപ്പോൾ രാജ്യസഭയിൽ പക്ഷേ BJPക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഭൂരിപക്ഷമായത്. BJPക്കാരുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടുന്ന NDAക്ക്. പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, രാജ്യസഭ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അപ്പർ ഹൗസ് ആണ്. ഇന്ത്യ ബൈകാമറൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. ലോവർ ഹൗസ് ലോക്സഭയും അപ്പർ ഹൗസ് രാജ്യസഭയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ PMJDY പേഴ്സോണിഫൈസ് ഡിഗ്നിറ്റി ആൻഡ് എംപവർമെന്റ് മോഡി എന്ന് പറഞ്ഞൊരു ന്യൂസ് കാണാം.
PMJDY എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രധാനമന്ത്രി ജൻധൻ യോജന was included in Guinness Book of World Records as the largest financial inclusion program of the world. വേൾഡിലെ ഇതുവരെ നടന്ന ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാം ആയിട്ട് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ കയറിയ പ്രോഗ്രാമാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ഇതുവഴി സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഇന്ത്യയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്ന പരിപാടിയായിരുന്നു. സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പരിപാടിയാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആൾക്കാർക്ക് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കീം കൊണ്ടുവന്നത്, പ്രധാനമന്ത്രി ജൻധൻ യോജന. ഇത് വന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ ജാം നടപ്പാക്കാൻ പറ്റുന്നത്. ജാം എന്ന് പറഞ്ഞാൽ ജൻധൻ ആധാർ മൊബൈൽ. ഈ ജൻധൻ അക്കൗണ്ട് എടുത്തിട്ട് ആ അക്കൗണ്ടിനെ ആധാറുമായിട്ട് മെർജ് ചെയ്യും. ആധാറുമായിട്ട് മെർജ് ചെയ്തിട്ട് മൊബൈൽ വഴി നമ്മൾ അറിയിച്ച് നമ്മളുടെ ബെനിഫിറ്റ്സ് എല്ലാം തരും. അതിനാണ് ജാം എന്ന് പറയുന്നത്, ജൻധൻ ആധാർ മൊബൈൽ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗ്രാമീണ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അവർക്ക് വർഷം തോറും 100 ദിവസം തൊഴിൽ ദിനങ്ങൾ കിട്ടിയ ഒരു $35,000 കേരളത്തിൽ കിട്ടും. ആ 35,000 ഈ അക്കൗണ്ടിലേ വരുള്ളൂ. ഈ അക്കൗണ്ട് ആധാർ എനേബിൾഡ് ആകുമ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരാളുടെ ജോലി വേറൊരാൾ ചെയ്തിട്ട് കള്ളത്തരം കാണിച്ച് പൈസ പിടിക്കുക അങ്ങനെയൊന്നും നടക്കൂല. പിന്നെ മൊബൈലും കൂടെ ഉള്ളത് കൊണ്ട് ഇതിന്റെ ഒരു അക്സെപ്റ്റൻസ് കൂടും. അതാണ് ജാം. ഓക്കെ, അതിനടുത്ത പേജിൽ പോകുമ്പോ Cabinet approves private FM radio and 234 more seats ഒന്നും വേണ്ട. ഇവിടെ ഒരു ന്യൂസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. യൂണിയൻ ക്യാബിനറ്റ് റീഡിസൈൻസ് അഗ്രി ഇൻഫ്രാ ഫണ്ട് ടു കവർ FPOs. അഗ്രി ഇൻഫ്രാ ഫണ്ട് AIF. ഈ AIFന്റെ എക്സ്പാൻഷൻ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം. അഗ്രി ഇൻഫ്രാ ഫണ്ട് എന്ന് പറയുന്ന ഒരു AIF ഉണ്ട്. ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു AIF ഉണ്ട്. ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് എന്ന് പറയുന്ന AIF എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലാണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ഷെയറുകൾ പോലെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ ചില ഫണ്ടിങ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ദോസ് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ നോൺ ആസ് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഷെയർ മാർക്കറ്റ്സ്. ഇത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടാണ്. 1 lakh crore ഒരു ഫണ്ടാണ്. 1 ലക്ഷം കോടി 1 lakh crore ഫണ്ടാണ്. ഇന്ത്യ പോലുള്ള ഇത്രയും വലിയൊരു അഗ്രേറിയൻ രാജ്യത്ത് അഗ്രികൾച്ചറിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ കോൾഡ് സ്റ്റോറേജ്, ഇത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതായത് നമ്മൾ പെരിഷബിൾ ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഉൽപ്പാദിപ്പിച്ചാൽ അത് കുറച്ച് വില കൂടുന്നവരെ അല്ലെങ്കിൽ നെക്സ്റ്റ് നല്ല ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കുന്നവർ ഒരു കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അത് പെരിഷബിൾ ആണെങ്കിൽ നശിച്ചു പോകും. അപ്പൊ അതൊക്കെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമാണ്. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 1 lakh crore ഫണ്ട്. അപ്പം ആ ഫണ്ടിങ്ങിന് ഇനി തൊട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻസും എലിജിബിൾ ആണ്. ഇത്രയും കാലം അല്ലായിരുന്നു. FPOs, ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ, FPO. ഈ FPOയ്ക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു FPO ഉണ്ട്. അത് ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് പറയും. ഞാൻ നേരത്തെ AIF എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്ന പോലെ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറയുന്ന സംഭവം സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ FPO ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് അഗ്രികൾച്ചർ മേഖലയിലെ എക്സ്പാൻഷൻ. സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ ഫോളോ ഓൺ പബ്ലിക് ഓഫർ. IPO കഴിഞ്ഞിട്ട് നടക്കുന്നത്. IPO ആണ് ആദ്യമായിട്ട് ഒരു കമ്പനി. ഇപ്പം എനിക്കൊരു കമ്പനി ഉണ്ട്, എന്റെ കമ്പനി ആദ്യമായിട്ട് ഷെയർ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ഞാൻ IPO നടത്തും, ഇനിഷ്യൽ പബ്ലിക് ഓഫർ. പബ്ലിക്കിന് വേണ്ടിയിട്ട് എന്റെ കമ്പനിയുടെ ആദ്യമായിട്ട് ഷെയർ വയ്ക്കുന്നതാണ് IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ. എനിക്ക് വീണ്ടും പൈസയുടെ ആവശ്യം, അപ്പൊ വീണ്ടും എനിക്ക് പബ്ലിക്കിന് ഷെയർ കൊടുക്കുക, അപ്പൊ ഞാൻ ഫോളോ ഓൺ പബ്ലിക് ഓഫർ ചെയ്യും. ഈ FPO അതല്ല, ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ. ഓക്കെ, അവരെ കൂടെ ഇനി തൊട്ട് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന് എലിജിബിൾ ആക്കും. അതാണ്. പിന്നെ environment declared in considering sites for in Nicobar Island project. Nicobar Island project എന്താണെന്ന് നിങ്ങൾക്ക് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലെ നിക്കോബാർ ഐലൻഡ് കേന്ദ്രീകരിച്ച് 72,000 crores ഒരു മെഗാ പ്രോജക്ട് ഗവൺമെന്റ്. അതിൽ എയർപോർട്ട് ഉണ്ട്, സീ പോർട്ട് ഉണ്ട്, വലിയൊരു സോളാർ പവർ പ്രോജക്ട് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഭയങ്കര ഒരു ടൗൺഷിപ്പ് പോലെ വരികയാണ്. അതിന് പക്ഷേ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ടെന്നാണ് പറയുന്നതാണ്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയ ഒരു സംഭവമാണ്. പറയാൻ വിട്ടുപോയതല്ല, ഞാൻ ഇടയ്ക്ക് വെച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് ശക്തികാന്ത ദാസിനെ വീണ്ടും വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് ഒരാളായിട്ട് സെലക്ട് ചെയ്തു. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് സെൻട്രൽ ബാങ്ക് ഗവർണറായിട്ട് തുടർച്ചയായിട്ട് 2ാം വട്ടമാണ് ശക്തികാന്ത ദാസ് സെലക്ട് ആവുന്നത്, ഇന്ത്യയുടെ RBI ഗവർണർ. ഹീസ് നോട്ട് ആൻ എക്കണോമിസ്റ്റ്. ഓൾമോസ്റ്റ് ഓൾ ഓഫ് അവർ റിസർവ് ബാങ്ക് ഗവർണേഴ്സ് വെയർ എക്കണോമിസ്റ്റ്.
including our former Prime Minister Manmohan Singh. But he is not from economics background. He was a civil servant. He was an IAS officer. അപ്പം കോമൺ സെൻസ് മതി ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിലെ ഏത് രാജ്യത്തിന്റെയും ബെസ്റ്റ് സെൻട്രൽ ബാങ്ക് ഗവർണർ ആവാൻ. അല്ലാതെ എക്കണോമിസ്റ്റ് ഒന്നും ആവണ്ട. എക്കണോമിസ്റ്റുകൾ ചെയ്തേക്കാൾ നല്ല രീതിയിലാണ് അദ്ദേഹം ഈ സ്റ്റിയർ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും മോശം ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇന്ത്യയിലെ അല്ല ലോകത്തിന്റെ തന്നെ ഏറ്റവും മോശം റീസെന്റ് ആയിട്ടുള്ള എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടായത്. യുക്രൈൻ റഷ്യ വാർ, ഇസ്രായേൽ ഗാസ വാർ, കോവിഡിനെക്കാളും വലിയൊരു ഡിസ്റപ്ഷൻ കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായിട്ടില്ല. അപ്പൊ അതൊക്കെ ഉണ്ടായിട്ട് നമ്മളെ ഇൻഫ്ലേഷനും ഒക്കെ ഒരു വിധം കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ കഴിവാണ്. ഓക്കെ, പിന്നെ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ക്ലിയേഴ്സ് മെർജർ ഓഫ് ഡിസ്നി റിൽ മീഡിയ അസറ്റ്സ്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വയാക്കോം 18, അതിന്റെ അണ്ടറിലാണ് ജിയോ സിനിമയും ഒക്കെ വരുന്നത്. അപ്പൊ വയാക്കോം 18 അതുപോലെ ഈ നമ്മളെ നെറ്റ്വർക്ക് 18 അണ്ടറിലെ കുറെ ചാനൽസ് ഉണ്ടല്ലോ, ആ ചാനൽസ് എല്ലാം ഒരുപാട് ചാനൽ അതെല്ലാം അംബാനിയുടെയാണ്. അതും ഡിസ്നിയുടെ ആണ്, ഹോട്ട്സ്റ്റാർ ഉൾപ്പെടുന്ന സംഭവങ്ങൾ. അപ്പൊ അതെല്ലാം മെർജ് ചെയ്ത് ഒറ്റ എൻറ്റിറ്റി ആവുകയാണ്. അതൊരു ഇന്ത്യയിലെ ഒരു നമ്മളുടെ മീഡിയ ഫീൽഡിൽ ഒരു ബെഹ്മോത്ത് ആവാൻ പോയാണ്. ഓക്കെ, അപ്പൊ അതിന് CCIയുടെ അപ്രൂവൽ വേണം. CCI എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അവരാണ് മൊണോപ്പൊളിസ്റ്റിക് ട്രേഡ് പ്രാക്ടീസസ് റെസ്ട്രിക്ട് ചെയ്യുന്നതിനായിട്ടുള്ള ഇന്ത്യയുടെ ഫെയർ ട്രേഡ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഫെയർ ട്രേഡ് റെഗുലേറ്റർ ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ ഫീൽഡ്സ് ദെയർ ആർ റെഗുലേറ്റേഴ്സ് ഇൻ ഇന്ത്യ. ഇൻ ബാങ്ക് ഫീൽഡ്, Reserve Bank of India, in stock market, SEBI, in insurance field, IRDA, Insurance Regulatory and Development Authority of India. In pension fund field, it is PFRDA, Pension Fund Regulatory and Development Authority. In almost all the fields, there are regulators in India. Likewise, in this field also, ഈ കോമ്പറ്റീഷന് പിന്നീട് മൊണോപ്പൊളിസ്റ്റിക് ട്രേഡ് പ്രാക്ടീസസിന് റെസ്ട്രിക്ട് ചെയ്യുന്നതിന് വേണ്ടി there is also a regulator and its name is CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അവരെ സ്ക്രൂട്ടിനിക്ക് വിധേയമായിട്ട് ഇത്തരത്തിലുള്ള മെർജേഴ്സ് ഒക്കെ നടക്കുകയുള്ളൂ. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ബാങ്കിന്റെ പുതിയ ചെയർമാൻ, ഇത്രയും കാലം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദിനേശ് ഖാരെ ആയിരുന്നു. അദ്ദേഹം മാറി. ഇനി തൊട്ട് ചല്ല ശ്രീനിവാസലു സെട്ടി ആണ്. വലിയ പേര്, അതുകൊണ്ട് CS സെട്ടി എന്ന് പഠിച്ചാൽ മതി. CS സെട്ടി, ഷെട്ടി അല്ല സെട്ടിയാണ്. CS സെട്ടി, ചല്ല ശ്രീനിവാസലു സെട്ടി, ആ ഒരു ആന്ധ്രക്കാരനാണ് അദ്ദേഹം. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ വേൾഡ് പേജിൽ പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഇത് തന്നെ. റഷ്യ യുക്രൈൻ വാറും, ഇസ്രായേൽ ഹമാസ് വാറും, ബംഗ്ലാദേശിലെ പ്രോബ്ലവും, ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി പാർട്ടിക്ക് ഉണ്ടായിരുന്ന ബാനൊക്കെ എടുത്ത് മാറ്റി പുതിയ ഗവൺമെന്റ്. അത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. പുതിയ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് യൂനിസിന്റെ ഇന്റരിം ഗവൺമെന്റ്, താൽക്കാലിക ഗവൺമെന്റ്. ചൈന വാണ്ട്സ് US ഓവർ സപ്പോർട്ടിംഗ് ഫിലിപ്പൈൻസ് ഇൻ സൗത്ത് ചൈന സീ. ഇത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. സൗത്ത് ചൈന സീയിൽ ഫിലിപ്പൈൻസും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഫിലിപ്പൈൻസിന്റെ ധൈര്യം US സപ്പോർട്ടാണ്. US ഏഷ്യയിലെ ഒരു അലയൻസ് പാർട്ട്ണർ പോലെയാണ് ഫിലിപ്പൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിലിപ്പൈൻസിന് ഫുൾ സപ്പോർട്ടാണ് US കയ്യിൽ നിന്ന്, ആയുധങ്ങൾ കൊണ്ടും എല്ലാം. സോ ആക്ച്വലി ഫിലിപ്പൈൻസ് ഈസ് വെരി മച്ച് എംബോൾഡൻഡ് ബിക്കോസ് ഓഫ് ദിസ് US സപ്പോർട്ട് ടു സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് China in South China Sea, and China knows that very well. That's why they are strictly warning US in interfering in the matters between Philippines and China in South China Sea. അപ്പോൾ അതാണ്. പിന്നെ സൗത്ത് കൊറിയയുടെ അംബാസഡർ ടു ഇന്ത്യ, അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സൗത്ത് കൊറിയയുടെ അംബാസഡർ ടു ഇന്ത്യയുടെ പേരൊന്നും നമ്മൾ പഠിക്കണ്ട. അതിൽ 3-4 ഓർഗനൈസേഷൻസിന്റെ പേര് പറയുന്നുണ്ട് അദ്ദേഹം. ക്വാഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ക്വാഡ്, ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ, 4 പേരും കൂടെ ചേർന്നാണ് ക്വാഡ്. ക്വാഡിനോട് ചേർന്ന് സൗത്ത് കൊറിയയും കൂടി ഇരുന്നിട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹം പറയുന്നുണ്ട്. I2U2 കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. I2U2 എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇസ്രായേൽ, അതാണ് 2 I2. U2 USA UAE. അപ്പൊ ഇന്ത്യ ഇസ്രായേൽ USA UAE, അങ്ങനെ ഒരു ക്വാഡ് ഉണ്ട്. ഇതിൽ 4 രാജ്യങ്ങളല്ലേ ഉള്ളത്. അതിന് I2U2 എന്ന് പറഞ്ഞത്. അപ്പൊ അതും ഇന്ത്യ ചേർന്നുള്ളതാണ്. അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, സ്പോർട്സ് പേജിൽ പോകുമ്പോൾ പാരാലിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തു. ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള അത്ലറ്റുകൾക്ക് വേണ്ടിയുള്ള ഒളിമ്പിക്സ് ആയ പാരാലിമ്പിക്സ് എപ്പോഴും ഒളിമ്പിക്സ് നടക്കുന്ന വെന്യൂവിൽ ഒളിമ്പിക്സിന് ശേഷമാണ് നടക്കുന്നത്. ഇപ്രാവശ്യം സിറ്റി ഓഫ് ലൈറ്റ്സ് എന്നറിയപ്പെടുന്ന പാരീസിലാണ് ഒളിമ്പിക്സ് നടന്നത്. ഇതേ സിറ്റി ഓഫ് ലൈറ്റ്സ് ആയ പാരീസിൽ പാരാലിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തു എന്നല്ല. ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. കാര്യം പാരാലിമ്പിക്സിൽ എപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട്. പിന്നെ ഈ വർഷത്തെ അവസാനത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് ആയ US ഓപ്പൺ നടന്നുകൊണ്ടിരിക്കുന്നത്. US ഓപ്പൺ ഒരു വർഷം നടക്കുന്ന 4 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റുകളാണ്. ഒരു വർഷം നടക്കുന്ന 4 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റുകളാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ അത് കഴിഞ്ഞു, ഫ്രഞ്ച് ഓപ്പൺ അത് കഴിഞ്ഞു, വിംബിൾഡൺ അത് കഴിഞ്ഞു, ലാസ്റ്റ് വൺ US ഓപ്പൺ. വിത്ത് ദിസ് ഇയേഴ്സ് ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ്സ് വിൽ ബി ഫിനിഷ്ഡ്. ഓക്കെ, സോ US ഓപ്പൺ നടക്കുന്ന വെന്യൂവിന്റെ പേര് അറിഞ്ഞിരിക്കുക, ഫ്ലഷിംഗ് മെഡോസ്. വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം,
ഫ്ലഷിംഗ് മെഡോസ് ഈസ് റിലേറ്റഡ് ടു ഡാഷ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഫ്ലഷിംഗ് മെഡോസ് ഈസ് റിലേറ്റഡ് ടു ടെന്നീസ്, US ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ്. പിന്നെ വേറെ ഇവിടെ ഒന്നും പറയാനില്ല. നെക്സ്റ്റ് പേജിൽ പോകുമ്പം അവിടെയും പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ബുച്ചി ബാബു എന്ന് പറഞ്ഞൊരു ഇന്ത്യയുടെ ഒരു ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കും. ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ജയ് ഷാ, നമ്മളുടെ ഹോം മിനിസ്റ്റർ അമിത് ഷായുടെ മകനായ ജയ് ഷാ ICCയുടെ പുതിയ ചെയർമാനായി. ICCയുടെ ചെയർമാനായ 2-3 ഇന്ത്യക്കാരുണ്ട്. പഴയ രാഷ്ട്രീയക്കാരൻ ശരത് പവാറും ശശാങ്ക് മനോഹറും ശ്രീനിവാസനും ഒക്കെ ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻമാരായിരുന്നതാണ്. ഈ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ദുബായാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഹെഡ്ക്വാർട്ടേഴ്സ്. ICCയുടെ പുതിയ ചെയർമാൻ ജയ് ഷാ. ഓക്കെ. പിന്നെ ഫ്രണ്ട് പേജിൽ മൊത്തം പൊളിറ്റിക്കൽ ന്യൂസുകളാണ്, വേറൊന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോഴും പൊളിറ്റിക്സ് ആണ്. ഫെമ എന്താണ്? ഫെമ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. ഫെമ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആണ് ഫെമ. കർണാടകത്തിന്റെ ഗവർണർ തവർ ചന്ദ് ഗെലോട്ടിന്റെ ഒരു ഫോട്ടോ ഇവിടെ കാണാം. കർണാടകത്തിന്റെ ഗവർണർ ആരാണ്? തവർ ചന്ദ് ഗെലോട്ട്. Okay. He granted permission to prosecute Karnataka Chief Minister Siddaramaiah in land allocation scam happened in Mysore. അപ്പോൾ അത് ഈ ഇടയ്ക്ക് ഞാൻ ന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ തവർചന്ദ് ഗെലോട്ട് ഈസ് ഇൻ ന്യൂസ് ബിക്കോസ് ഓഫ് ദ ടസിൽ ബിറ്റ്വീൻ കർണാടക ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ. അപ്പോൾ തവർചന്ദ് ഗെലോട്ട് ഈസ് ദ ഗവർണർ ഓഫ് കർണാടക. അപ്പോൾ ദീസ് ആർ ദ മെയിൻ ന്യൂസ് ഓഫ് ടുഡേസ് ഹിന്ദു ന്യൂസ് പേപ്പർ. സോ ആഫ്റ്റർ എ വൈൽ ഐ സ്റ്റാർട്ടഡ് കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ അഗെയിൻ. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക. തൊട്ട് ഞാൻ മാക്സിമം എല്ലാ ദിവസവും എടുക്കാൻ നോക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.